പെട്ടെന്നൊരു സ്വീറ്റ്സ് ഒക്കെ കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയാലേ ഇതാ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റുള്ള റെസിപ്പിയും കൂടി ആട്ടോ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പൊ നമ്മുടെ ഈ പുഡിങ്ങിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വാനിലയുടെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കോൺഫ്ലവറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ രണ്ടും മിക്സ് ചെയ്ത് കേട്ടോ. കോൺഫ്ലവറും ചേർത്ത് കൊടുക്കണം, അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ഒരു ഹാൻഡ് വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കാം. കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തന്നെ ഒന്നുകൂടെ കട്ടിയായിട്ട് ശരിക്കും കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കോൺഫ്ലോറും അതേപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല ആ കസ്റ്റാർഡ് പൗഡറിന്റെ ടേസ്റ്റ് ആട്ടോ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാലാട്ടോ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പുഡിങ്ങിലേക്ക് ആകെ വേണ്ടത് ഇതേപോലെ 2 കപ്പ് പാലും അതേപോലെ തന്നെ നേരത്തെ ചേർത്ത് കൊടുത്ത ഒരു 1/2 കപ്പ് പാലും കൂടി കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ തിളച്ച് വന്നതിന് ശേഷം വേണം റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. പാൽ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ കസ്റ്റാർഡ് പൗഡർ മിക്സ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കട്ട പിടിച്ചിരിക്കും. അതിനുശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഇളക്കി ശരിക്കും പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവാവുന്നവരെ നല്ലോണം ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ തിളച്ച് ഒന്നുകൂടെ യോജിച്ച് വന്നപ്പോൾ തന്നെ കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ട് വന്നോളും. അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനും കൂടി വേണം കേട്ടോ എടുക്കാനായിട്ട്. ചെറുതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് തിളച്ച് പുറത്തേക്കൊക്കെ പോകും. കണ്ടതാ തിളച്ച് പതുക്കെ ഒന്നും കൂടി കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, ഹൈ ഫ്ലെയിം അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണേ. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കറക്റ്റ് ഉള്ള പരുവം എന്ന് പറയുന്നത്. നമ്മുടെ പാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് കുറുകി കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഈ ഒരു കട്ടിയിൽ വരുന്നവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. പാനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടി വിട്ട് വരാനും തുടങ്ങിയിട്ടില്ലേ. അപ്പൊ ഇത് മതി. ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ട്രേ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം ഞാനിവിടെ നെയ്യൊന്നും പറ്റി കൊടുത്തല്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നല്ലോണം തന്നെ കട്ടിയായിട്ട് വന്നിട്ടില്ലേ. നമ്മുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഒന്നും കൂടി തണുത്ത് ശരിക്കും ഒന്നും കൂടി സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ വലിയ ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും ഒന്ന് തണുത്ത് സെറ്റായി വരട്ടെ. അങ്ങനെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. ശരിക്കും ഒന്നും കൂടി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂസ്റ്റോ ബോൺവിറ്റോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒന്നും ചേർത്തില്ല എന്ന് കരുതി ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഫോട്ടോയ്ക്ക് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർക്കുന്നു എന്നേ ഉള്ളൂ. കൊക്കോ പൗഡർ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് മേളിൽ ആ കൊക്കോ പൗഡറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതാണ് വരുന്നത്. മറിച്ച് ബൂസ്റ്റോ അതേപോലെ തന്നെ ബോൺവിറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടീസിന് കുറച്ചും കൂടി ഇഷ്ടമാവും. നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് കറക്റ്റ് ആണ്. ഒരുപാട് അങ്ങോട്ട് ഭയങ്കര മധുരം കൂടുതലില്ല, തീരെ അങ്ങോട്ട് കുറവില്ല. കറക്റ്റ് ആയിട്ടാട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ കുറച്ചും കൂടി ഒക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വയലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പം അല്ലേ. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.